എല്ലാ കൂട്ടുകാർക്കും ഗുരുദേവ നാമത്തിൽ നമസ്കാരം. ശ്രീ സിപ്പി പള്ളിപ്പുറത്തിൻ്റെ ഉണ്ണികൾക്ക് 108 ഗുരുദേവ കഥകൾ എന്ന ബാലസാഹിത്യ രചനയിൽ നിന്നും മദ്യപൻ്റെ മാനസാന്തരം. ഒരിക്കൽ ഗുരുദേവൻ വൈക്കം താലൂക്കിലെ വടയാറ്റ് ദേശം സന്ദർശിച്ചു. അവിടെ സ്വാമികൾക്ക് ഏറ്റവും അടുത്ത ഒരു ഭക്തനുണ്ടായിരുന്നു, കുന്നേൽ കേശവ പണിക്കർ. അന്ന് വൈകുന്നേരം ഗുരുദേവനും കേശവ പണിക്കരും കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കള്ളു കുടിച്ച് ലക്കില്ലാതെ വായിൽ തോന്നിയ പാട്ടും പാടി ഒരാൾ അതുവഴി വന്നു. ഗുരുദേവനെ കണ്ടപ്പോൾ 2 കൈകളും ഉയർത്തിപ്പിടിച്ച് സ്വാമിയേ ശരണം, സ്വാമിയേ ശരണം എന്ന് പരിഹാസ രൂപത്തിൽ പറഞ്ഞ് അയാൾ തുള്ളിച്ചാടാൻ തുടങ്ങി. എന്താ, നീ കള്ളു കുടിച്ചിട്ടുണ്ട് അല്ലേ? ഗുരുദേവൻ അല്പം ഗൗരവത്തോടെ ചോദിച്ചു. കള്ളു കുടിച്ചിട്ടുണ്ട്, ഇനിയും കുടിക്കും, അയാൾ ധിക്കാര സ്വരത്തിൽ പറഞ്ഞു. അതെന്തിനാ അങ്ങനെ കുടിക്കുന്നത്? മേലിൽ കുടിക്കരുത്, ഗുരുദേവൻ കൽപ്പിച്ചു. കുടിച്ചാലെന്താ? അയാൾ സ്വാമികളോട് കയർക്കാൻ തുടങ്ങി. ഗുരുദേവൻ അടുത്തിരുന്ന തട്ടത്തിൽ നിന്ന് ഒരു പിടി ഉണക്കമുന്തിരി എടുത്ത് അയാൾക്ക് കൊടുത്തു. അതെല്ലാം അയാൾ വലിച്ചെറിഞ്ഞു. തന്നെ ഉപദേശിച്ച ഈ സ്വാമിയെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് അയാൾ വിചാരിച്ചു. അന്നത്തെ ദിവസം മൂക്കുമുട്ടെ കള്ളു കുടിക്കണമെന്ന് അയാൾ നിശ്ചയിച്ചു. അയാൾ ആടിയും പാടിയും വീട്ടിലെത്തി. അയാൾ ഭാര്യയോട് പറഞ്ഞു, എടി, നീ അറിഞ്ഞോ, ഒരു സ്വാമിയാർ കുടിക്കരുതെന്ന് എന്നെ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. പകരം ഇന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം. അയ്യോ, സ്വാമിമാരോടൊന്നും മല്ലിടാൻ പോകല്ലേ, ഇവിടെ അടങ്ങിയൊതുങ്ങിയിരിക്കെ, ഭാര്യ ഉപദേശിച്ചു. എടി മൂദേവി, നീയും എന്നെ ഉപദേശിക്കേണ്ട. നീ വേഗം ആ പൂങ്കോഴിയെ കൊന്ന് നന്നായി വരട്ടി വെക്ക്. ഞാനിപ്പോൾ ചാരായവും വാങ്ങി വരാം. അയാൾ ഒരു കുപ്പിയെടുക്കാനായി മുറിയുടെ ഇരുണ്ട മൂലയിലേക്ക് ചെന്നു. അപ്പോൾ കണ്ടതോ, ഉഗ്രരൂപിണിയായ ഒരാൾ തിളങ്ങുന്ന ഒരു ശൂലവുമായി തൻ്റെ നേർക്ക് ചാടി വരുന്നു. അയ്യോ എൻ്റെ അമ്മേ, ഈ ശൂലപാണി എന്നെ കൊല്ലുന്നേ, ഓടിവായോ, ഓടിവായോ! അയാൾ വലിയ വായിൽ നിലവിളിച്ചുകൊണ്ട് പുറത്തേക്ക് പാഞ്ഞു. ഓടിക്കൂടിയ നാട്ടുകാരും വീട്ടുകാരുമെല്ലാം ചേർന്ന് അയാളെ അപ്പോൾ തന്നെ ഗുരുദേവൻ്റെ പക്കലേക്ക് കൊണ്ടുപോയി. സ്വാമികൾ അയാളെ കാരുണ്യത്തോടെ കടാക്ഷിച്ചുകൊണ്ട് പറഞ്ഞു, നാം നേരത്തെ പറഞ്ഞതല്ലേ, അപ്പോൾ അനുസരിച്ചില്ല. അനുസരണക്കേടിൻ്റെ ഫലം ഇപ്പോൾ ശരിക്കും മനസ്സിലായില്ലേ? മേലിൽ കുടിക്കരുത്, നന്നായി വരട്ടെ. ഗുരുദേവൻ അല്പം ഭസ്മം നൽകി അയാളെ അനുഗ്രഹിച്ചു. അയാൾ പിന്നെ ഒരിക്കലും മദ്യപിച്ചില്ല. ജോലി ചെയ്ത് കിട്ടുന്ന പണമെല്ലാം നന്നായി സൂക്ഷിച്ച് അയാൾ നാടിനും വീടിനും കൊള്ളാവുന്നവനായി. പിന്നെ നല്ലൊരു ജനനേതാവുമായി. നന്ദി, നമസ്കാരം.